ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അറേയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലാർജസ്റ്റ് എലിമെൻറ്റിനെ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്. അത് വിത്തൗട്ട് സോർട്ടിങ് ബേസിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇതിന് മുമ്പിലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അത് കണ്ടാൽ മതി. അതുപോലെ ലാർജസ്റ്റ് nth എലിമെൻറ്റിനെ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് വേണ്ടിയിട്ട് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുന്ന ലാർജസ്റ്റ് എലിമെൻറ്റ് ഇൻ എ അറേ വിത്തൗട്ട് സോർട്ടിങ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ എൻ്റെ ഇത് ഓൺലൈൻ GDP എടുക്കുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ GDP എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. AR എന്ന് പറയുന്ന ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിമിറ്റ് സൈസ് ഓഫ് ലിമിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ലിമിറ്റിലേക്ക് ഈൻ്റെ അറേൻ്റെ സൈസ് ലിമിറ്റിലേക്ക് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ I എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു ഫോർ ലൂപ്പാണ് ഞാൻ ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഫോർ ലൂപ്പിനകത്ത് I അസൈൻ 0 ഇട്ടിട്ട് I ലെസ് ദാൻ ലിമിറ്റ് വരാം. I പ്ലസ് ഇനി നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ അസൈൻ ചെയ്യാനുണ്ട്. അതായത് പുതിയൊരു വേരിയബിളാണ് ഇത് ഇൻറ്റ് ഒരു L. നമ്മൾ ലാർജസ്റ്റ് എലിമെൻ്റ് അല്ലാണ്ട് നമ്മൾ അതായത് ഫസ്റ്റുള്ള ലാർജസ്റ്റ് എലിമെൻറ്റിനെ നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ L1 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഒരു നിങ്ങൾക്ക് വേണ്ടി കയറാം 0 കൊടുക്കാം. 0 കൊടുത്താലും ആൻസർ കിട്ടും. പക്ഷേ യൂസർ അഥവാ നെഗറ്റീവ് നമ്പേഴ്സ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതിന് വേണ്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ഉണ്ട്, ഇൻറ്റ് മിനിമം. മാക്സിമം നമ്മളിവിടെ കണ്ടെത്താൻ പോകുന്നത്, പക്ഷേ ഒരു മിനിമം വാല്യൂ ഇതിലേക്ക് വരും. ഇത് എന്താ ഇപ്പോൾ കാണിക്കുകയെന്ന് വെച്ചാൽ ഒരു എറർ ഇപ്പം തന്നെ കാണിക്കോറും. ഇൻറ്റ് മെയിൻ ഈസ് അൺഡിക്ലെയർഡ് എന്ന് പറയുന്നുണ്ട്. ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടിക്കൽ നമുക്ക് ഹെഡർ ഫയലായിട്ട് ഈ ഒരു ഫയലും കൂടി ഹെഡർ ഫയലായിട്ട് കൊടുക്കണം. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ആ ഹെഡർ ഫയൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. അതായത് limits.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലും കൂടി നമ്മൾ കൊടുക്കണം. റൺ ചെയ്ത് വറക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു L1 ഞാൻ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. അത് എത്ര വലിയൊരു വാല്യൂ ആണ് മുട്ടപ്പുരി. നെഗറ്റീവ് വാല്യൂ ആണ് ഈ ഒരു L1ലേക്ക് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്തത്. ഇൻറ്റ് മിനിമം എന്ന് വെച്ചാൽ ഒരു വലിയൊരു നെഗറ്റീവ് വാല്യൂ ആണ്. ഇത് കോടികളായിട്ട് എഴുതണം. അതായത് വലിയൊരു നെഗറ്റീവ് വാല്യൂ അത് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യുന്ന. ഇനി നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. അതായത് ഈഫ് AR of I നമുക്ക് ലാർജസ്റ്റ് അല്ല വേണ്ട, AR of I ഗ്രേറ്റർ ദാൻ L1. L1 ഇരിക്കുന്ന വാല്യൂനെക്കാട്ടും വലിയൊരു വാല്യൂ ആണ് AR of Iയിലുള്ളത് എങ്കിൽ, ഓക്കെ, ആ L1ലേക്ക് AR of I എടുക്കുക. എന്തിനാന്ന് മനസ്സിലായില്ലേ? അതായത് L1ഇരിക്കുന്നൊരു വാല്യൂ ഇതിനെക്കാട്ടും വലുതാണ് AR of Iയിലുള്ളത് എങ്കിൽ അതല്ലേ ലാർജസ്റ്റ്. അപ്പോൾ ആ AR of Iയിലിരിക്കുന്ന വാല്യൂ എടുത്ത് Lലേക്ക് വെക്കുന്നു. ഇനി ജസ്റ്റ് ആ L1 പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. വലിയൊരു വാല്യൂ ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇതാ 455. ഇത് ഇതിനെക്കാട്ടും വലുത് നമ്മളൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതിന് വേണ്ടിക്കൽ ഇവിടെ 459 വെക്കുന്നുണ്ട്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, ഓക്കെയാണ്, കോഡ് ഈസ് വർക്കിംഗ്. ഇങ്ങനെയാണ് ലാർജസ്റ്റ് എലിമെൻറ്റിനെ നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ഒരു വിധത്തിൽ കണ്ടെത്തിയ എല്ലാ കേസിലും ഇത് വർക്കാവും. ഇവിടെ ഞാൻ ഇനി നെഗറ്റീവ് വാല്യൂസ് കൊടുത്തെന്നിരിക്കട്ടെ, അതും വർക്കാവും. ഇനി ഞാൻ ഈ അറേനകത്ത് നെഗറ്റീവ് മാത്രം വെച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ 0 വെച്ചാലും കോഡ് വർക്കാവും. ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇവിടെ വർക്കായിട്ടുണ്ട്.
ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് വാല്യൂസ് മാത്രം വെച്ചിട്ട് കാണിച്ചു തരാം. നെഗറ്റീവ് വാല്യൂസ് കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല. കണ്ട 0 വന്ന ഈ ഒരു കേസിൽ നമുക്ക് മാറ്റിയിട്ട് ഇൻറ്റ് മിനിമം കൊടുക്കുക. അതായത് ഇതിൻ്റെ അകത്ത് ഏറ്റവും ലാർജസ്റ്റ് ചെറിയൊരു നെഗറ്റീവ് വാല്യൂ -1 ആണ്. ഇതെങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന്, നെഗറ്റീവ് വാല്യൂൻ്റെ അകത്ത് ഈ ഒരു സാധനമല്ലേ ലാർജസ്റ്റ് ഏതെങ്ങനെയാണ് കണ്ടെത്താൻ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ചാറ്റിൽ ഇട്ടാൽ മതി, ഞാൻ അതിന് വേണ്ടിക്ക് വേറെ ഒരു വീഡിയോ ചെയ്ത് തരാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് കോഡ് വർക്കായില്ലേ? ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ അറേനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണുള്ളത്. സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു വേരിയബിളും കൂടി വേണം. അതായത് L2 ഓക്കെ ഇൻറ്റ് L2 സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റോർ ചെയ്യാൻ ഇതേപോലെ തന്നെ ഓപ്പറേറ്റർ ഒരു കീവേഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻറ്റ് മിനിമം. ഇതുപോലെ ഇൻറ്റ് മാക്സിമം ഉണ്ട്, അത് വലിയൊരു വാല്യൂ ആണ്, അത് നമ്മൾ സ്മോളസ്റ്റ് കണ്ടെത്തുമ്പോൾ യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാനൊരു നെഗറ്റീവ് വാല്യൂവിനെ എടുത്ത് ഇതിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇത് ഓർത്ത് വെക്കാൻ ഒരു വഴിയുണ്ട്, അത് ഞാൻ യൂസ് ചെയ്യുന്ന വഴിയായിട്ടുള്ളത് ലാർജസ്റ്റ് എലമെൻറ്റിനെ കണ്ടെത്തുമ്പോൾ മിനിമം എടുക്കണം. അത് ലോജിക്ക് തിങ്ക് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റിനെ കണ്ടെത്താൻ പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. ഇനി ഇപ്പോൾ നമ്മൾ L1 അതെടുത്ത് വെക്കുന്നു, അതായത് AR(i) എടുത്തിട്ട് L1 വെക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ഇനിയും ഒരു കോഡും കൂടി കൊടുക്കണം. അതായത് L2 ആ ലാസ്റ്റ് L1 ഉണ്ടായിരുന്ന വാല്യൂ എടുത്തിട്ട് L2 വെക്കണം. എന്നിട്ടൊരു കണ്ടീഷനും കൂടി കൊടുക്കണം. ഇങ്ങനെ മാത്രം കൊടുത്താൽ വർക്കാവില്ല, കറക്റ്റായിട്ട് വർക്കാവില്ല. else if കൊടുക്കുക. ഓക്കെ, AR(i) ഉള്ളതിനേക്കാൾ വലിയൊരു വാല്യൂ, അതായത് L2 പറ്റും വലിയൊരു വാല്യൂ AR(i) ഉണ്ടെങ്കിൽ പിന്നെ ഒരു കണ്ടീഷനും കൂടി ഇവിടെ ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ആംപ്രസൻ കൊടുത്തത്. അതെന്താണെന്ന് വെച്ചാൽ ഈ AR(i)ലുള്ള വാല്യൂവിനെക്കാട്ടും വലുതായിരിക്കണം. അല്ല, L1 എന്തായാലും വലിയൊരു വാല്യൂ ഉണ്ടാകുക, ചെറുതായിരിക്കണം L1. ഇത് ഒന്ന് റീചെക്ക് ചെയ്യുന്നതാണ്. അതായത് ഇവിടുന്ന് L1-നെക്കാട്ടിലും ചെറിയൊരു വാല്യൂ മാത്രമേ ഈ ഒരു കണ്ടീഷൻ ട്രൂ ചെയ്യുക, L1-നെക്കാട്ടും വലിയൊരു വാല്യൂ. അഥവാ ഈ ഒരു വാല്യൂ ഈ രണ്ട് L1-ലെ വാല്യൂ AR(i)ലെ വാല്യൂവും സെയിം ആണെങ്കിലില്ലേ ഇവിടെ നടക്കുക എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ ഈ ഫോൾസായിട്ട് തിരിച്ച് ഈ ഒരു else if-ലേക്ക് വരും. അപ്പോൾ ഇവിടെ ഒന്ന് റീചെക്ക് ചെയ്യുന്ന പരിപാടിയത്. അതായത് ഈ L1-ഉം AR(i)യും സെയിം ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റീചെക്ക് ചെയ്യുന്ന പരിപാടി ഇവിടെ നടക്കുന്നത്. അതായത് ഇവിടെ ചെക്ക് ചെയ്യണം L1-നെക്കാട്ടി ചെറുതാണോ AR(i)ലുള്ളത് എന്ന്. അതെന്തിനാണ് ചെക്ക് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഈ L1-ഉം ഈ AR(i)യും സെയിം ആണെങ്കിൽ ഇവിടെ വലിയൊരു ഇത് നടക്കും. അതായത് ഈ L1 നമ്മൾ പ്രിൻ്റ് ചെയ്താലും L2 പ്രിൻ്റ് ചെയ്താലും സെയിം വാല്യൂ തന്നെ കിട്ടും. ആ ഒരു ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഈ AR(i)ലെ വാല്യൂ L1-ലെ വാല്യൂ സെയിം ആണെന്ന് നോക്ക്. ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിട്ട് ഇതിലേക്ക് വരും, else if-ലേക്ക് വരും. ഇവിടെ എന്തായാലും ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെന്ന് വെക്കുക. അപ്പോൾ അടുത്തായിട്ട് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് L1-നെക്കാട്ടിയും ചെറുതാണോ AR(i)ലുള്ളതെന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി കൊടുക്കുന്ന ലൂപ്പ് ഈ else if-ൻ്റെ ബോഡിയിലേക്ക് കയറത്തുള്ളൂ. ഈ ഒരു കണ്ടീഷൻ നമ്മളിവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ L2-ൻ്റെ വാല്യൂ L1-ൻ്റെ വാല്യൂ, അതായത് ഫസ്റ്റ് ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും സെയിം വാല്യൂ ആകാനുള്ള ചാൻസ് ഉണ്ട്.
അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്ന ആ വാല്യൂ L2ലേക്ക് എടുത്തു വെക്കുക. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്ന ആ ഒരു വാല്യൂവിനെ എടുത്ത് L2ലേക്ക് വെക്കുക. ഇവിടെ ഫസ്റ്റ് ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും എലമെൻ്റ് എഴുതിയിട്ടുണ്ട്. ഇവിടെ L2 ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, %3 കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് മിസ്റ്റേക്ക് ആയിട്ടുള്ള ഈ റിട്ടേണിൻ്റെ ഒരു പരിപാടി പറ്റി. ഓക്കെ, ഇത് കഴിഞ്ഞാൽ 23 1 മിനിറ്റ്. ഓക്കെ, ഇവിടെ ഒരു 6 കൂടുതലുണ്ട് കാണിക്കണം. ഓക്കെ, ഫസ്റ്റ് ലാർജസ്റ്റ് ഇത്രക്കും വലിയൊരു വാല്യൂ ആണെന്നും സെക്കൻഡ് ലാർജസ്റ്റ് ഇതാണെന്നോ പറയുന്നത്. ഇനി അതിനെക്കാട്ടും വലിയൊരു വാല്യൂ ഇതിൻ്റെ അകത്തുണ്ടോ ചെക്ക് ചെയ്താൽ മതി. ഇല്ലല്ലോ, 3 ഇതുള്ളത് ഇതും മാത്രമേ ഉള്ളൂ. ഇനി ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് കൊടുത്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, കോഡീസ് കറക്റ്റായി വർക്കാകുന്നുണ്ട്. ഓക്കെ, ഇവിടെയുള്ള ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അതായത് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന പരിപാടി. ഇത് മനസ്സിലാകാത്തവർ ആ ടൈം എടുത്ത് ഒന്നും കൂടി വാച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇനിയും പറയാൻ നിന്നാൽ കുറച്ച് ലെങ്ത്ത് കൂടും വീഡിയോൻ്റെ. ഈ തേർഡ് ലാർജസ്റ്റ് അത് ഇതേ ലോജിക്ക് വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കോഡ് തന്നെയാണ്. അതായത് ഇവിടെ എനിക്ക് L3 അത് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു. വേണ്ട, ഇപ്പോൾ തന്നെ ചെയ്താൽ മതി. ഒരു വലിയ വാല്യൂ L3ലേക്ക് എടുത്ത് വെക്കുന്നു. L3 അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ക്യാപിറ്റൽ അടിച്ചാലേ വർക്കാവുക, അത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ജസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്യുന്ന അതേ പരിപാടി. ഇവിടെ L1 എടുത്തിട്ട് L2ലേക്ക് വെക്കുന്നതല്ലേ. ഇനി ആദ്യം ഉണ്ടായിരുന്ന ആ L2 എടുത്തിട്ട് L3ലേക്ക് വെക്കണം. അതായത് തേർഡ് ലാർജസ്റ്റിലേക്ക് ഇതൊരു എക്സ്ചേഞ്ച് ഓഫ് പരിപാടിയാണ്. അത് L3ലേക്ക് L2 എടുത്ത് വെക്കണം. ഓക്കെ, ഇനിയും ഒരു ഇതും കൂടി കൂടും. അതായത് ഇവിടെ നമുക്ക് ഒരു ബോഡിയും കൂടി കൊടുക്കണം. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം L3ലേക്ക് ആ L2 എടുത്ത് വെക്കണം. ഓക്കെ, ആദ്യം L2 ഉണ്ടായി എടുത്തിട്ട് L3ലേക്ക് സ്റ്റോർ ചെയ്യണം. ഇനി ഒരു എൽസിഫും കൂടി കൊടുക്കണം. AR of I greater than L3 ആണെങ്കിൽ ആൻഡ് AR of Iയിലിരിക്കുന്നത് ലെസ് ദാൻ L2 ആയിരിക്കണം. L2നെക്കാളും ചെറിയ ഒരു വാല്യൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ L3യിലേക്ക് എന്തെടുത്ത് വെക്കണം? AR of I എടുത്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഞാനതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോഡ്. L3 %d L3 പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കാം. യെസ്, നേരത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിരുന്ന ഇവിടെ ഒരു വൃത്തിയില്ലാതെ പോലെ ഇരിക്കുന്നത് ഇവിടെയും കൊടുക്കാറുണ്ട്. അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ലാർജസ്റ്റ് ഇത്, സെക്കൻഡ് ലാർജസ്റ്റ്, തേർഡ് ലാർജസ്റ്റ്. ഇതിനെക്കാട്ടും വലിയൊരു വാല്യൂ പിന്നെയുള്ളത് ഇതല്ലേ. യെസ്, കറക്റ്റാണ് കോഡ്. ഇത് കറക്റ്റായി മനസ്സിലായി നിൽക്കുന്നത്. അതായത് ഇവിടെ ഒരു എക്സ്ചേഞ്ച് പരിപാടി. ആദ്യം L2ലുണ്ടായ എടുത്തിട്ട് L3യിലേക്ക് വെക്കുന്നത്, L1ലുണ്ടായ ആദ്യത്തെ വാല്യൂ എടുത്ത് L2ലേക്ക് വെക്കുന്നത്, AR of Iയിലുണ്ടായ വാല്യൂ എടുത്ത് L1ലേക്ക് വെക്കുന്നു. പിന്നെ ഇത് L1നെക്കാട്ടും വലിയൊരു വാല്യൂ, ഈ എൽസിഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോൾസ് ആയിട്ട് വരുന്ന ഒരു വാല്യൂ അല്ലേ. അതിനെ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യണം. AR of I ആണോ L1 L2 ആണോ വലുതെന്ന്, L2ൽ ആദ്യം ഉണ്ടായതാണോ AR of I ആണോ വലുതെന്ന്. ഈ ഒരു കണ്ടീഷനും പിന്നെ AR of Iയേക്കാൾ L1നെക്കാട്ടും ചെറുതാണോ AR of I എന്നും എടുത്ത് ചെക്ക് ചെയ്യും. ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്ന വാല്യൂ ഈ L2 ഇവിടെ ആദ്യം ചെയ്യും. L2 എടുത്തിട്ട് L3യിലേക്ക് വെക്കും. അതായത് ഇവിടുന്ന് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുമ്പോൾ ആ ആദ്യം ഉണ്ടായിരുന്ന L2ലെ വാല്യൂ എടുത്ത് L3യിലേക്ക് വെക്കും. AR of I എടുത്ത് L2യിലേക്ക് വെക്കും. ഇനി AR of Iയേക്കാൾ വലുതാണോ L3നെക്കാട്ടും
L3 ആദ്യം സ്റ്റോർ ചെയ്തതിനെക്കാട്ടിയും വലുതാണോ AR5 നോക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ L2 സ്റ്റോർ ചെയ്ത വാല്യൂവിനെക്കാട്ടിയും ചെറുതാണോ AR5 നോക്കും. ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആയിട്ട് വരുന്ന ആ വാല്യൂവിനെ AR5 അതായത് L3 എടുത്ത് വെക്കും. ഈ ഒരു വിധത്തിലേക്ക് കോഡ്, ഈ ഒരു സാധനം മാർക്കർ ഇത് ഓൾ കേസിലും നടക്കും. എനിക്ക് ആ നെഗറ്റീവ് വാല്യൂയും കൂടി കൊടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. ഞാൻ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട് മാർക്ക്. ഇനി റൺ ചെയ്ത് നോക്കാം. ഇവിടെ മിസ്റ്റേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, യെസ് കറക്റ്റാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.